ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തലയിലുള്ള താരനൊക്കെ മാറിയിട്ട് മുടിയൊക്കെ നല്ലപോലെ വളരാൻ പറ്റിയിട്ടുള്ളൊരു സ്പ്രേ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതാ ഈ ബേബി ഹെയർസ് ഒക്കെ എനിക്ക് ഉണ്ടായത് ആ ഒരു സ്പ്രേ ഞാൻ യൂസ് ചെയ്തിട്ടാണ്. ഞാൻ മാത്രമല്ല, അമ്മയും കൂടെ ഇത് യൂസ് ചെയ്തായിരുന്നു. ഞാനും ആ ഒരു സ്പ്രേനെ പറ്റി അറിയുന്നത് ആദ്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ്. ഒത്തിരി വൈറലായിട്ടുള്ളൊരു സംഭവമാണ് ഇതാ ഈ ഒരു ആൽസ് ഗുഡ്നസിന്റെ റോസ്മേരി വാട്ടർ. ഇത് ഒത്തിരി സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് റിവ്യൂ ഒക്കെ ഇട്ടത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് കോട്ടയത്ത് ടൗണിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണിത്. ഇത് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടാണ് കിട്ടിയത്. എന്നാൽ പിന്നെ ഞങ്ങൾ ഈ ഒരു റോസ്മേരി വാട്ടർ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കരുതി ഞങ്ങൾ അതിൻ്റെ ലീവ്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി. ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, അമ്മയും യൂസ് ചെയ്തു. ഇത് നല്ല ഐറ്റം കേട്ടോ. ഇത് 255 രൂപയാണ് ഇതിന്. ഇത് വാങ്ങണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാവുന്നതാണ്. ഇതും നല്ല ഐറ്റം ആണ്. അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചുരുങ്ങിയ ചെലവിൽ വെറും 50 രൂപയ്ക്കാണ് ഞാൻ ആ ഒരു സംഭവത്തിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചത്. അത്രയും ആ പാക്കറ്റിനകത്ത് മുഴുവൻ ഐറ്റം ഒന്നും നമുക്ക് ഈ ഒരു സ്പ്രേ ഉണ്ടാക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല ലാഭമുള്ള പരിപാടിയാണ് ഈ ഒരു റോസ്മേരി വാട്ടർ വീട്ടിൽ ഉണ്ടാക്കുന്നത്. എനിക്ക് മൈക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇൻട്രോ മാത്രമാണ് ഇങ്ങനെ ഡയറക്റ്റ് പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാവുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. റോസ്മേരി വാട്ടറിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാത്രമല്ല, ഇത് ഹോസ്റ്റലേഴ്സിനൊക്കെ നല്ല ആയിട്ട് വർക്കാവുന്നതായിരിക്കും. അവർക്ക് മുടിയൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ അവർക്കും കൂടി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഐറ്റമാണ് ഇത്. ഇത് ഗേൾസിന് മാത്രമല്ല, ബോയ്സിന് യൂസ് ആക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. ഇതൊരു ആൽസ് ഗുഡ്നസിന്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇതെന്റെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കൂടുതലും പറഞ്ഞു തരുന്നത്. കാശുള്ളവരാണെങ്കിൽ ഇത് 255 രൂപ കൊടുത്ത് വാങ്ങിച്ചോളൂ. പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. എന്നാലും അതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് നല്ല റിസൾട്ടാണ്. ഈ ഒരു സംഭവം നല്ല റിസൾട്ടാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം എനിക്ക് 1.54K ആണെന്ന് തോന്നുന്നു. 54K എങ്ങാണ്ട് ആയിട്ടുള്ളൂ. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് തരാനോ ഒന്നും ആരുമില്ല. എനിക്ക് അത്രയ്ക്ക് എഡിറ്റിംഗ് ഒന്നും അറിയത്തില്ല. അറിയാവുന്ന പോലെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിട്ടുള്ള റോസ്മേരി ലീവ്സ് അമർജ്യോതി എന്ന ബ്രാൻഡിൻ്റെ ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കോട്ടയം ചന്തക്കവലയിലുള്ള ഒരു അങ്ങാടി കടയിൽ നിന്നാണ്. 25 ഗ്രാമിന് 50 രൂപയാണ് വരുന്നത്. ഫേസ് പാക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പൊടികളായാലും ഞാൻ വാങ്ങാറുള്ളത് അങ്ങാടി കടയിൽ നിന്ന് തന്നെയാണ്. റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 250 മില്ലിഗ്രാം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കപ്പിൻ്റെ അളവിലുള്ള അത്രയും വെള്ളം മുഴുവൻ തന്നെ ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെള്ളം എടുക്കുമ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം എടുക്കണം. നല്ല വൃത്തിയുള്ള വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് നിറയെ ഉള്ള വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഫ്ലെയിം വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഇനി ഡ്രൈഡ് റോസ്മേരി ലീവ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഉണങ്ങിയ റോസ്മേരിയുടെ ഇലകൾ 2 സ്പൂൺ ഇലയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഈ റോസ്മേരി ലീവ്സ് അങ്ങാടിക്കടകളിലൊക്കെ ലഭ്യമാണ്. മാത്രമല്ല ഓൺലൈനിൽ ലഭ്യമാണ്. കുറേ പേരും ഇതുണ്ടാക്കുന്നത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്നും ഓർഡർ ചെയ്യാവുന്നതാണ്. 2 സ്പൂൺ റോസ്മേരി ഇലകൾ ഞാൻ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. വെള്ളം പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണല്ലോ. അതുകൊണ്ട് റോസ്മേരിയുടെ ഇല മാത്രം വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇതിനി ഒരു 5 മിനിറ്റത്തേക്ക് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടണം. നിങ്ങൾ ഇത് തിളപ്പിക്കുമ്പോൾ തുറന്ന് വെച്ച് തിളപ്പിക്കാതിരിക്കുക. അടച്ച് വെച്ചിട്ട് വേണം, ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോവും. അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കുക.
5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ലൊരു യെല്ലോ ബ്രൗൺ കളറിൽ ഈ ഒരു വാട്ടർ വന്നിട്ടുണ്ട്. റോസ്മേരി ഇലയുടെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു വാട്ടർ നമ്മുടെ ഹെയർ ഫോളിനെയൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ മുടിയൊക്കെ നല്ല തിക്കായിട്ട് വളരും. നല്ല നീളത്തിലുള്ള മുടി വളരാനും താരനെല്ലാം മാറാനും ഈ ഒരു വാട്ടർ നല്ലതാണ്. ഇതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, അമ്മയ്ക്കും നല്ല റിസൾട്ട് കിട്ടി. ഈ റോസ്മേരി വാട്ടർ തണുത്തതിന് ശേഷം ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ 250 മില്ലിഗ്രാം വെള്ളമായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം. അതിപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നേരത്തെ ഞാൻ ഉപയോഗിച്ച് തീർന്നു പോയ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറിൻ്റെ അതേ ഒരു ബോട്ടിലേക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു വെള്ളം റോസ്മേരി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ക്യാമറ നോക്കിയിരുന്നപ്പം കുറച്ച് വെള്ളം വെളിയിൽ പോയി കേട്ടോ. നിങ്ങൾ മാക്സിമം വെളിയിൽ പോകാതെ തന്നെ ഈ കുപ്പിയിലേക്ക് ഈ ഒരു വെള്ളം ആക്കണം. നല്ല ഒരു യെല്ലോ ബ്രൗൺ കളറിലാണ് ഈ ഒരു വെള്ളം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചൂടോടുകൂടെ പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് ഒഴിക്കാതിരിക്കുക. അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ കുപ്പിയൊക്കെ ഉരുകിപ്പോകും. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷമേ ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിൽ നിറയെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് തലയിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം വരുന്നത്. അങ്ങനെ നമ്മുടെ റോസ്മേരി വാട്ടർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കൂടുതൽ അളവിൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ വെള്ളവും ലീവ്സും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ വേറെ പാത്രങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. കുളിച്ചിട്ട് വന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ സ്പ്രേ അടിച്ചു കൊടുക്കുമ്പം ഡയറക്റ്റ് ഹെയറിലേക്കല്ല, സ്കാൽപ്പിൽ വേണം അടിക്കാൻ വേണ്ടിയിട്ട്. മുടിയൊക്കെ കുറച്ച് മാറ്റി കൊടുത്തിട്ട് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്യണം. എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അടിച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞൊന്നും പെട്ടെന്ന് തന്നെ കഴുകി കളയരുത്. ഇത് ഓവർനൈറ്റ് ഒക്കെ വെക്കുന്നതൊക്കെയാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം രാവിലെ തല നനയ്ക്കാവുന്നതാണ്. അതിനൊരു കുഴപ്പവും ഇല്ല. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഇത് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ 2 ദിവസം വരെ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് പറഞ്ഞാൽ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് നിങ്ങൾ വെള്ളമൊക്കെ വെക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചാൽ മതി. ഞാനിത് യൂസ് ചെയ്യുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറ്. ഇപ്പോൾ എനിക്ക് നല്ലപോലെ ബേബി ഹെയർസൊക്കെ എനിക്ക് വളരുന്നുണ്ട്. നല്ലതാണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. റോസ്മേരി വാട്ടറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാട്ടറാണിതെന്ന്. ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അതിനകത്തൊക്കെ പറയുന്നുണ്ട്. അപ്പം മുടിയൊക്കെ നല്ല നീളത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു വാട്ടർ വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം, ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അടിക്കരുത്. കൂടുതൽ പേർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. എന്നാലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇറിറ്റേഷനോ അലർജിയോ വല്ലതും വരുവാണെങ്കിലോ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് യൂസ് ചെയ്തിട്ടോ യാതൊരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് അടിച്ചു കാണിക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് നല്ല പ്രയോജനമായിരിക്കും. കാരണം അവർക്കൊക്കെ അവരുടെ മുടി അധികം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സമയം കിട്ടാറില്ല. ഹെയർ പാക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അത് തലയിൽ തേക്കാനൊക്കെ മടിയുള്ളവരും അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി സമയം എടുക്കും. അങ്ങനെയൊക്കെ മടിയുള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത്. അപ്പം മുടിയൊക്കെ നല്ലപോലെ വളർത്താൻ വേണ്ടി താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഹെയറൊക്കെ നല്ല തിക്കായിട്ട് നല്ല നീളത്തിലും നല്ല ഹെയർ ഫോളൊക്കെ നല്ലപോലെ കൺട്രോൾ ചെയ്യും. അത് മാത്രമല്ല തലയിലുണ്ടാകുന്ന താരനൊക്കെ കുറയ്ക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ബോട്ടിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതോ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതോ അത്രയും റേറ്റ് ഒന്നും ഇല്ലാതെ ചുരുങ്ങിയ ചിലവിൽ നമുക്കിത് ഉണ്ടാക്കി മാത്രമല്ല ആണുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പം നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് പറയണം. നിങ്ങൾക്ക് ബാഡ് ആയിട്ടാണോ എന്തെങ്കിലും ഉണ്ടായത്, അതോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടായോ, അതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പറയുക. പിന്നെ എൻ്റെ ഈ ഒരു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ മുടിയൊക്കെ വളർത്താൻ താല്പര്യമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.